അപ്പോൾ ആ നാടകത്തിലെ ഡയലോഗ് ഒന്ന് പറഞ്ഞേക്കാം. അത് പറയുന്നതിന് മുമ്പ് 101 വയസ്സുകാരൻ്റെ ഒരു മനോവേദനയാണ്. അദ്ദേഹം ബെഡിൽ കിടന്ന് മൂത്രം ഒഴിച്ചപ്പോൾ മകൻ വന്ന് പറഞ്ഞ അച്ഛനത്തിന് എത്ര വിലയുള്ള ബെഡിൽ കിടന്ന് മൂത്രം ഒഴിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാവും ഞാൻ ഒഴിച്ചില്ല എന്ന് പറയുമ്പോൾ പറഞ്ഞല്ല എന്ന് പറഞ്ഞ് ബെഡ്ഷീറ്റ് എല്ലാം കൂടെ ചുരുട്ടി അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെക്കുമ്പോൾ മരുമകൻ കണ്ടിട്ട് വന്ന് ചോദിക്കും അച്ഛനെ കൊല്ലാൻ ഒരുങ്ങുകയാണെന്ന് ചോദിക്കുമ്പം മകന് അതൊരു പ്രയാസമായിട്ട് മകൻ വന്ന് അച്ഛനോട് ക്ഷമ പറയുമ്പോൾ അച്ഛൻ തിരിച്ചു പറയുന്ന ഒരു ഡയലോഗാണ് അത്. സാരമില്ല രാഘുവേ, സാരമില്ല, 100 കൊല്ലം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അല്ലേ മക്കളെ. വിദ്യാർത്ഥിയാണെങ്കിലും കുറെ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ തേയ്മാനം വരത്തില്ലേ. 101 കൊല്ലം തൂറിയ ചന്തിയല്ലേടാ, പിടിക്കുന്നിടത്തൊക്കെ നിൽക്കുകയല്ലേടാകുവേ. ഒരു ഘട്ടം കഴിഞ്ഞ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലടാ. മുടിയാനെ കൊണ്ട് ചാകാതിരുന്ന എന്തോ ചെയ്യുമെന്ന് പറ. നീറാണോ തന്നെ കടിച്ചങ്ങ് ചാകാനേ? നോക്കുന്നവരൊക്കെ വശം കെട്ടു പോകുമെന്നറിയാം. എന്നാലും അവനവന്റെ മനോമൂത്രമൊക്കെ ഒരു ശീലമായി കഴിയുമ്പോ ഞങ്ങൾക്കൊന്നും അത് നാറത്തില്ല മക്കളെ. മൂത്രമാണേലും സ്വന്തമല്ലേടാ. എന്തോ ചെയ്യാനാന്ന് പറ. മേലോട്ടൊന്ന് വിളിക്കണ്ടേ മക്കളെ. അച്ഛനൊരു അഭിപ്രായം പറയട്ടെ. ഈ പത്തനാപുരത്തൊരു ഗാന്ധി ഭവൻ ഉണ്ടെന്ന് കേട്ടു. പ്രായമായവരെയൊക്കെ മാന്യമായി നോക്കുന്നെന്നാ കേട്ടെ. നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് അച്ഛനെ അവിടെ കൊണ്ടുവന്നൊക്കെ ആക്കു മക്കളെ. ചത്തു കഴിയുമ്പോ എന്റെ കുട്ടനാട്ടിൽ കൊണ്ട് കത്തിച്ചു കളയാൻ പറയണേ. എന്റെ അച്ഛനും അമ്മയൊക്കെ എരിഞ്ഞടങ്ങിയ മണ്ണല്ലേ, നിങ്ങളുടെ പെറ്റതള്ള ഉറങ്ങുന്ന മണ്ണല്ലേടി. അച്ഛനിപ്പോ പേരറിയാവുന്ന ദൈവങ്ങളോടൊക്കെ എന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയുവോ? എന്റെ ഈ ആയുസ് എന്റെ മക്കൾക്ക് കൊടുക്കല്ലേ തമ്പുരാനെ എന്നാ. എന്തിനാ? ഓക്കെ, താങ്ക് യു. You are watching India's first NGO television, Malanadu TV India.